നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ മാർച്ച് 2 നെതന്യാഹുവിന്റെ ഓഫീസിന് നേർക്ക് ഇറാൻ ഒരു മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസും ഒരു വ്യോമസേന കമാൻഡ് സെന്ററും ലക്ഷ്യമിട്ടാണ് ഖൈബർ ഷെക്കൻ മിസൈലുകൾ ഇറാൻ പ്രയോഗിച്ചത്. എന്നാൽ ഈ സംഭവ വികാസത്തെക്കുറിച്ച് ഇസ്രയേൽ പ്രതികരിച്ചിരുന്നില്ല. ഇസ്രയേൽ US സംയുക്ത ആക്രമണത്തിൽ തങ്ങളുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനി കൊല്ലപ്പെട്ടതിനുള്ള പ്രതികാരമായിരുന്നു ഈ ആക്രമണമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പിന്നീട് പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഖൈബർ ഷെക്കാൻ ബാലിസ്റ്റിക് മിസൈലുകളാണ് നെതന്യാഹുവിന്റെ ഓഫീസിന് നേർക്ക് തൊടുത്തത് എന്ന് IRGC അവകാശപ്പെട്ടിരുന്നു. ഖമനേയുടെ കൊലപാതകത്തോടുള്ള പ്രതികരണം എന്ന നിലയ്ക്കാണ് തങ്ങൾ ഇത്തരമൊരു ആക്രമണം നടത്തിയത് എന്ന് IRGC പറഞ്ഞു. പിന്നീട് നെതന്യാഹുവിൻ്റെതായ നിരവധി പ്രസ്താവനകൾ നമ്മൾ കേട്ടു. ഒടുവിൽ മാർച്ച് 13 നെതന്യാഹുവിന്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലുമൊക്കെ വൈറലായി. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഈ വീഡിയോയിൽ നെതന്യാഹുവിന് 6 വിരലുകളുണ്ട് എന്ന് ചില വിരുദ്ധർ കുറിച്ചു. വിരലുകളുടെ എണ്ണം കൂടിയതോടെ നെതന്യാഹുവിന്റെ പേരിൽ പുറത്തിറങ്ങിയത് AI വീഡിയോ എന്ന തലത്തിൽ ചില ചാനലുകളും മാധ്യമങ്ങളുമൊക്കെ വാർത്ത നൽകി. കേരളത്തിലെ ചില ചാനലുകളും മാധ്യമങ്ങളും ഇന്ന് രാവിലെ മുതൽ ഈ വാർത്ത നൽകി ആർത്തുചിരിക്കുന്ന കാഴ്ച. ഇക്കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ നെതന്യാഹുവിന്റെ വീഡിയോയിൽ അദ്ദേഹം ഇറാൻ യുദ്ധത്തെക്കുറിച്ച് കൃത്യതയോടെ സംസാരിക്കുന്നു. പിന്നാലെ കയ്യിലെ വിരലുകളെപ്പറ്റി സമൂഹ മാധ്യമങ്ങളിൽ ചില ചർച്ച. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് 6 വിരലുകളുള്ള നെതന്യാഹുവിനെ സൃഷ്ടിച്ചതെന്നായി സമൂഹ മാധ്യമങ്ങളുടെ ചോദ്യം. വീഡിയോയിൽ നിന്ന് എന്ന പേരിൽ ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് നെതന്യാഹുവിന്റെ കൈ ശ്രദ്ധിക്കൂ, നെതന്യാഹു ജീവനോടെയില്ല എന്ന തലത്തിൽ വാർത്തകൾ നിറയുന്നു. പിന്നീട് നെതന്യാഹു എവിടെയെന്ന ചോദ്യം. കേരളത്തിലെ ചില ഇറാൻ അനുകൂല മാധ്യമങ്ങൾ ഇതോടെ വലിയ വാർത്താഘോഷമാണ് ഇക്കാര്യത്തിൽ നടത്തിയത്. നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന തലത്തിൽ തന്നെ ചിലർ വാർത്തകൾ പ്രചരിപ്പിച്ചു. ഇതിനിടയിൽ നെതന്യാഹുവിന്റെ ഭാര്യ സാറ സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പിട്ടിരുന്നു. ഞങ്ങൾക്ക് ശക്തി തരൂ എന്നാണ് സാറയുടെ കുറിപ്പ്. ഇതും നെതന്യാഹുവിന്റെ മരണം തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന തലത്തിൽ ചില കമന്റുകൾ ഉയർന്നു. മുജ്തബ ഖമനേയി മരിച്ചതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നു എന്നതായിരുന്നു ട്രംപിന്റെ ഇക്കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന. മുജ്തബയെ ആദ്യ ആക്രമണത്തിന് ശേഷം പിന്നീട് കണ്ടിട്ടേയില്ല എന്നൊക്കെ ട്രംപ് പരിഹസിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഇറാൻ മാധ്യമങ്ങളുടെയും ചില ഇറാൻ അനുകൂല മാധ്യമങ്ങളുടെയും ഒക്കെ പ്രചാരണങ്ങൾ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന തലത്തിലേക്ക് മാറിയത്. ലോകമാധ്യമങ്ങളിലും ഈ വാർത്ത നിരന്നതോടെ ഇപ്പോൾ ഇസ്രായേൽ രംഗത്തെത്തി. തങ്ങളുടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ തെറ്റാണ് എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ബെഞ്ചമിൻ നെതന്യാഹു മരിച്ചു, അദ്ദേഹം മരിച്ച വിവരം ഇസ്രായേൽ ഒളിപ്പിക്കുന്നുവെന്നാണ് പരിഹാസമുയരുന്നത്. ഇപ്പോഴിതാ നെതന്യാഹുവിന്റെ ഓഫീസ് ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു. പ്രചരിക്കുന്നതൊക്കെ വ്യാജ വാർത്തകളാണ്. അദ്ദേഹം സുഖമായിരിക്കുന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടുവെന്ന വാർത്തകൾ യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണ്. മാർച്ച് 13 നെതന്യാഹുവിന്റെ ഓഫീസ് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ സന്ദേശം പുറത്തുവിട്ടു. ഞങ്ങൾ ഇറാനെയും ഹിസ്ബുള്ളയും തകർക്കുകയാണ്. നെതന്യാഹു ഒരു ടെലിവിഷൻ മാധ്യമ സമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. ഇറാന്റെ പുതിയ നേതാവിനും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പഴയ സ്വേച്ഛാധിപതിയെ ഞങ്ങൾ ഇല്ലാതാക്കി. പുതിയ സ്വേച്ഛാധിപതി വിപ്ലവ കാർഡുകളുടെ പാവ പരസ്യമായി മുഖം കാണിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. മാർച്ച് 13 നെതന്യാഹുവിന്റെ ഈ വീഡിയോ പുറത്തുവിടുന്നു. എന്നാൽ ഇത് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചതാണ് എന്ന തലത്തിലായിരുന്നു ഇറാൻ അനുകൂല മാധ്യമങ്ങളുടെ പ്രചരണം. നെതന്യാഹു കൊല്ലപ്പെട്ടിട്ടില്ല, അദ്ദേഹം സുഖമായിരിക്കുന്നു എന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയതോടെ IRGC പുതിയ ഭീഷണിയുമായി ഇപ്പോൾ രംഗത്തെത്തി. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വധഭീഷണിയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഉയർത്തിയിരിക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ കൊലയാളി നെതന്യാഹു ജീവനോടെ ശേഷിക്കുന്നുവെങ്കിൽ ഞങ്ങൾ പിന്തുടർന്നെത്തി വധിക്കുമെന്നാണ് IRGCയുടെ മുന്നറിയിപ്പ്. IRGC അവരുടെ വെബ്സൈറ്റായ സെഫ ന്യൂസിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. നെതന്യാഹുവിനെ ബാലഘാതകൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. കുട്ടികളെ കൊല്ലുന്ന കുറ്റവാളി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ പിന്തുടർന്ന് അയാളെ ഇല്ലാതാക്കും. ഇസ്രായേലിന് നേർക്ക് ഇറാൻ ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയ മിസൈൽ വർഷത്തിൽ നെതന്യാഹുവിന്റെ ബങ്കർ തകർന്നുവെന്നും അദ്ദേഹം മരിച്ചിരുന്നുവെന്നും ആദ്യം വാർത്തകൾ നിരന്നത് ഇറാൻ മാധ്യമങ്ങളിൽ. മാർച്ച് 13 പുറത്തിറങ്ങിയ വീഡിയോയിൽ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയെ കൊലപ്പെടുത്തുമെന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി, ലോകമെമ്പാടും വലിയ സ്വാധീന വലയമുള്ളയാൾ. ബെഞ്ചമിൻ നെതന്യാഹു എന്നും ഒരു പോരാളിയാണ്.
ശക്തിയിലൂടെ സമാധാനം എന്നതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. യുദ്ധങ്ങളിലൂടെ വിജയം കൈവരിച്ച് രാജ്യത്തിന് സുരക്ഷ നൽകുക. ബീബി എന്ന് അദ്ദേഹം പലപ്പോഴും വിളിക്കപ്പെടുന്നു. ആധുനിക ചരിത്രത്തിലെ ഒരു കേന്ദ്ര വ്യക്തിയായി ബെന്യമിൻ നെതന്യാഹു ഇപ്പോൾ മാറിയിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന അദ്ദേഹം നിരവധി വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ രാജ്യത്തെ നയിച്ചു. ടെല്ലവീവിൽ ജനിച്ച് അമേരിക്കയിലെ MITയിൽ വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം ഒരു സൈനികൻ, നയതന്ത്രജ്ഞൻ, നേതാവ് എന്നീ നിലകളിൽ പതിറ്റാണ്ടുകളായി ഇസ്രായേലിൽ നിറഞ്ഞു നിൽക്കുന്നു. ജെറുസലേമിലാണ് അദ്ദേഹം വളർന്നത്. കൗമാരപ്രായത്തിൽ അമേരിക്കയിലേക്ക് താമസം മാറി. അവിടെ ഫിലാഡൽഫിയയിൽ ഹൈസ്കൂൾ പഠനം. ഉന്നത വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം വീണ്ടും അമേരിക്കയിലേക്ക് മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ MITക്ക് ചേർന്നു. പിന്നീട് ആർക്കിടെക്ചർ BSc ബിരുദം, മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ MSc. MITയിലും ഹാർവാർഡ് സർവകലാശാലയിലും അദ്ദേഹം പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചു. 67-ൽ ഇസ്രായേൽ പ്രതിരോധ സേനയിലേക്ക് അദ്ദേഹം ചേരുന്നു. എലൈറ്റ് സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റായ സൈരെ മത്കലിൽ സേവനമനുഷ്ഠിച്ചു. 1972-ൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട സബേന വിമാനത്തിൽ നിന്ന് ബന്ദികളെ രക്ഷപ്പെടുത്തിയതുൾപ്പെടെ നിരവധി ഉയർന്ന ദൗത്യങ്ങളിൽ തുടർന്ന് അദ്ദേഹം പങ്കെടുത്തു. പിന്നീട് ക്യാപ്റ്റൻ പദവിയിലേക്ക് അദ്ദേഹം വളർന്നു. 80-കളിലാണ് നെതന്യാഹു രാഷ്ട്രീയത്തിലേക്ക് കടന്നത്. 84 മുതൽ 88 വരെ ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രയേലി അംബാസഡർ. ശക്തിയിലൂടെ സ്വാധീനം എന്ന തത്വശാസ്ത്രം കേന്ദ്രീകരിച്ചാണ് നെതന്യാഹുവിൻ്റെ നയതന്ത്ര സമീപനം. ഇസ്രയേൽ ഒരു അവശ്യ സഖ്യകക്ഷിയാകാനുള്ള കാരണങ്ങൾ അദ്ദേഹം കണ്ടെത്തുന്നത് അതിൻ്റെ സുരക്ഷയും സാമ്പത്തിക ശക്തിയിലും. സമീപകാല ചരിത്രത്തിൽ ലോകത്തിൽ തന്നെ ഏറ്റവും സ്വാധീന ശക്തിയുള്ളതും സങ്കീർണവുമായ നേതാക്കളിൽ ഒരാളായി അദ്ദേഹം അറിയപ്പെടുന്നു. 2023-ൽ ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് നടത്തിയ ഭീകരാക്രമണം. അന്നു മുതൽ ഇന്നുവരെ ബെന്യമിൻ നെതന്യാഹുവിൻ്റെ നിശ്ചയദാർഢ്യം ഒന്നു മാത്രം: ശത്രുക്കളെ കീഴ്പ്പെടുത്തി ഇസ്രയേലിനെ സുരക്ഷിതമാക്കുക. ഇപ്പോൾ ഇറാനെതിരെ നടക്കുന്ന യുദ്ധത്തിലും ഇസ്രയേൽ തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ മുൻകൈയെടുത്തത് എന്ന് ഇടക്കാലത്ത് അമേരിക്ക വ്യക്തമാക്കിയിരുന്നു. ട്രംപ് ഏറ്റവുമധികം ഇഷ്ടപ്പെടുന്ന തൻ്റെ സുഹൃത്ത് അമേരിക്കയും ഇസ്രയേലും ചേർന്നൊരുമിച്ച് ഇറാനെതിരെ ആക്രമണം തുടങ്ങുമ്പോൾ ട്രംപിൻ്റെ ആത്മവിശ്വാസവും അതുതന്നെയായിരുന്നു. ഇസ്രയേൽ ഒരിക്കലും വഴിക്ക് വെച്ച് അമേരിക്കയെ ഒറ്റയ്ക്കാക്കില്ല. ഇതേ ആത്മവിശ്വാസം തന്നെയാണ് നെതന്യാഹുവിനെ സംബന്ധിച്ച് അമേരിക്കയുടെ കാര്യത്തിലും. എപ്പോഴും ഇസ്രയേലിനൊപ്പം നിൽക്കുന്ന അമേരിക്ക. മറുവശത്ത് അലി ഖമനയെ വധിച്ചുകൊണ്ടാണ് അവർ യുദ്ധത്തിന് തുടക്കമിട്ടത്. ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് മുജ്തബയെ. ഇസ്രയേലിൻ്റെ ഒരു പ്രധാനമന്ത്രിയെ കൊലപ്പെടുത്തി എന്ന അവകാശവാദം പുച്ഛിച്ചു തള്ളുകയാണ് ഇസ്രയേലും ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.